നമസ്കാരം. ഭരണാധികാരികളുടെ ആജ്ഞാനുവർത്തിയായി മാറി സർവീസ് ചട്ടങ്ങളെ കാറ്റിൽ പറത്തി ഇഷ്ടക്കാർക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഉദ്യോഗസ്ഥർക്ക് കാലം കരുതി വെക്കുന്ന കനത്ത തിരിച്ചടിയുടെ ഉത്തമ ഉദാഹരണമായി മാറുകയാണ് ADGP MR അജിത് കുമാർ. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ആഭ്യന്തര വകുപ്പിലെ സർവ്വപ്രതാപിയായി വാണുകൊണ്ട് അധികാര ദുർവിനിയോഗത്തിന്റെ പുതിയ ചരിത്രങ്ങൾ എഴുതിയ അജിത് കുമാറിന് ഇപ്പോൾ സ്വന്തം സസ്പെൻഷൻ നടപടിയെ നിയമപരമായി പോലും പ്രതിരോധിക്കാൻ കഴിയാത്ത നിസ്സഹായ അവസ്ഥയിലാണ് വന്നെത്തിയിരിക്കുന്നത്. തനിക്കെതിരെയുള്ള സസ്പെൻഷൻ അടിയന്തരമായി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അജിത് കുമാർ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചെങ്കിലും ട്രിബ്യൂണലിൽ സമർപ്പിച്ച മറുപടി സത്യവാങ്മൂലത്തിലൂടെ അദ്ദേഹത്തിന്റെ വാദമുഖങ്ങളുടെ മുനയൊടിച്ചിരിക്കുകയാണ്. നവകേരള യാത്രയ്ക്കിടെ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തെരുവിൽ ക്രൂരമായി മർദ്ദിച്ച സംഭവം കേവലം ഒരു ക്രമസമാധാന പ്രശ്നം മാത്രമായിരുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരുടെ ഗുണ്ടായുസത്തെ രക്ഷാപ്രവർത്തനമെന്ന് വിചിത്രമായി ന്യായീകരിച്ച പിണറായി വിജയനെ പ്രീതിപ്പെടുത്താൻ ആ മർദ്ദന കേസ് അട്ടിമറിക്കാൻ മുൻപന്തിയിൽ നിന്നത് അജിത് കുമാർ എന്ന ഈ ഉന്നത IPS ഉദ്യോഗസ്ഥനായിരുന്നു. അന്വേഷണം ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് എത്താതിരിക്കാനും പ്രതികളായ പോലീസുകാരെ രക്ഷിച്ചെടുക്കാനും SIT കേസ് അന്വേഷണത്തിൽ നേരിട്ടിടപെട്ട സാക്ഷികളുടെ മൊഴികൾ മാറ്റി എഴുതിക്കാൻ വരെ അജിത് കുമാർ മുതിർന്നുവെന്ന് SIT റിപ്പോർട്ട് വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സസ്പെൻഷൻ ഉത്തരവിൽ മുഖ്യമന്ത്രി ഒപ്പുവെച്ചില്ലെന്നും സാങ്കേതികമായി നടപടിക്രമങ്ങളിൽ വീഴ്ച പറ്റിയെന്നും തന്റെ പ്രമോഷൻ തടയാനാണ് ഈ നീക്കമെന്നുമൊക്കെ ഹർജിയിൽ അജിത് കുമാർ വാദിക്കുമ്പോൾ അതിനെയെല്ലാം കൃത്യമായ തെളിവുകളോടെയാണ് സർക്കാർ ട്രിബ്യൂണലിൽ എതിർക്കുന്നത്. സസ്പെൻഷൻ ഉത്തരവിറക്കാൻ ചീഫ് സെക്രട്ടറിക്ക് പൂർണ്ണ അധികാരമുണ്ടെന്നും അച്ചടക്ക നടപടി എടുക്കും മുമ്പ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ വിശദീകരണം തൃപ്തികരമല്ലാത്തതുകൊണ്ടാണ് സസ്പെൻഡ് ചെയ്തതെന്നും സർക്കാർ വ്യക്തമാക്കുന്നുമുണ്ട്. സ്ഥാനക്കയറ്റം തടയാൻ രാഷ്ട്രീയ ദുരുദ്ദേശത്തോടെ ചെയ്തതാണെന്ന വാദം വെറും പുകമറയാണെന്നും കേസ് അട്ടിമറിക്കാൻ വഴിവിട്ട് ഇടപെട്ട ഉദ്യോഗസ്ഥനെതിരെ നിയമപ്രകാരം മാത്രമാണ് നടപടിയെടുത്തതെന്നും സർക്കാർ ആവർത്തിക്കുന്നുണ്ട്. പിണറായി സർക്കാരിന്റെ ഭരണകാലത്ത് പ്രതിപക്ഷ നേതാക്കളുടെ ഫോൺ ചോർത്തൽ, രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ വ്യാജ കേസുകൾ ചമയ്ക്കൽ, തൃശൂർ പൂരം കലക്കി BJPക്ക് വഴിവിട്ട സഹായം ചെയ്യാൻ RSS നേതാക്കളുമായി അന്തർധാര ഉണ്ടാക്കൽ തുടങ്ങി ആരോപണങ്ങളുടെ ഒരു നിര തന്നെ അജിത് കുമാറിനെതിരെ ഉയർന്നിരുന്നു. പോലീസിലെ നിയമവും നീതിയും ഒക്കെ ഉപേക്ഷിച്ച് ഭരണപക്ഷത്തിന്റെ ദാസ്യപ്പണി ചെയ്താൽ എന്നെന്നും സംരക്ഷണം ലഭിക്കുമെന്ന അജിത് കുമാറിന്റെ കണക്കുകൂട്ടലുകളാണ് ഇപ്പോൾ തെറ്റുന്നത്. തനിക്ക് സ്ഥാനക്കയറ്റം ലഭിച്ച് DGP പദവിയിൽ എത്താനുള്ള നീക്കങ്ങൾക്ക് ഇതൊരു തടസ്സമായപ്പോൾ വിറളി പിടിച്ചാണ് അദ്ദേഹം കോടതി കയറുന്നത്. ഒടുവിൽ അധികാരത്തിന്റെ തണൽ നഷ്ടപ്പെടുകയും ഉന്നതതല അന്വേഷണ റിപ്പോർട്ടിൽ കള്ളത്തരങ്ങൾ ഓരോന്നായി പുറത്തു വരികയും ചെയ്തതോടെ സർവീസിലിരുന്ന് ചെയ്ത അവിഹിത നീക്കങ്ങൾക്കെല്ലാം വലിയ വില കൊടുക്കേണ്ടി വരികയാണ് ഈ ഉദ്യോഗസ്ഥന്. വരും ദിവസങ്ങളിൽ ട്രിബ്യൂണലിൽ വിഷയം വീണ്ടും പരിഗണിക്കുമ്പോൾ സർക്കാരിന്റെ കടുത്ത നിലപാടുകൾ അജിത് കുമാറിന് കൂടുതൽ തിരിച്ചടിയാകും. സർവീസിലിരിക്കെ യജമാനു വേണ്ടി സ്വന്തം സ്ഥാനവും ഉത്തരവാദിത്തങ്ങളും മറക്കുന്ന ഉദ്യോഗസ്ഥർക്ക് വരും കാലങ്ങളിൽ സംഭവിക്കാനിരിക്കുന്ന വലിയൊരു മുന്നറിയിപ്പ് തന്നെയാണ് ഈ ഒരു സസ്പെൻഷനും തുടർന്നുണ്ടാകുന്ന ഈ ഒരു അപമാനവും ഒക്കെ.